നിങ്ങൾ ഓരോ തവണ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ അൺലോക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെ അകത്തുള്ള ബില്യൺ കണക്കിന് സ്വിച്ചുകൾ ഒരുമിച്ച് ഓൺ ആയതിനു ശേഷം ഓഫാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരുന്ന ഈ പ്രോസസ്സേഴ്സ് നമ്മുടെ കടപ്പുറത്തുള്ള മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബീച്ചുകളിലെല്ലാം വളരെ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ക്വാഡ്സ് സാൻഡ്. ഈ ക്വാഡ്സ് സാൻഡ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ പ്രൊസസ്സർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും ഈ സിലിക്കണാണ്. ഈ പറഞ്ഞ സിലിക്കൺ ഇഷ്ടം പോലെ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ അവൈലബിൾ ആണ്. അതായത് 25% എർത്തിൻ്റെ ക്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സിലിക്കണാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു പാത്രം കൊണ്ടുപോയി കോരി അങ്ങ് എടുക്കാൻ പറ്റില്ല. അതിനെ പ്യൂരിഫൈ ചെയ്യണം. എസ്പെഷ്യലി നമുക്കൊരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള പ്രോസസ്സർ ഉണ്ടാക്കാനായിട്ട് 99.999% പ്യൂരിഫൈഡ് ആയിട്ടുള്ള സിലിക്കൺ വേണം. ഈ ഒരു പ്യൂരിറ്റീനെ 6-9 പ്യൂരിറ്റി എന്നാണ് പറയുന്നത്. ഈവൻ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഓഫ് ഡസ്റ്റോ ഗ്രെയിനോ എന്തെങ്കിലും ഈ ഒരു സിലിക്കൻ്റെ അകത്ത് ഉണ്ടായാൽ ഈ പറയുന്ന പ്രോസസ്സ് മൊത്തം നശിക്കും. ഈ പറഞ്ഞ സിലിക്കൺ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുത്തു എന്ന് തന്നെ വെച്ചു. എടുത്ത ഈ 99.999% പ്യൂരിഫൈഡ് ആയിട്ടുള്ള സിലിക്കണെ 1400 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സിലിണ്ടറിൻ്റെ അകത്തിട്ട് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ സിലിണ്ടറിനെ വളരെ തിൻ സ്ലൈസ് ആയിട്ടുള്ള ഡിസ്കുകളായിട്ട് കട്ട് ചെയ്യും. അതായത് നമ്മളൊരു സലാമിയില്ലേ, മേ ബി സലാമിയില്ല, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരു സോസേജിനെ നമ്മൾ പല പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ കട്ട് ചെയ്യും. ഈ ഒരു ഡിസ്കിനെ വേഫേഴ്സ് എന്നാണ് പറയുന്നത്. ഈ വേഫേഴ്സ് 0.775 millimeters ആണ് തിക്നെസ് ഉണ്ടാകുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മുടെ സോസേജിനെ കട്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യപ്പോൾ ഈ ഒരു 0.775 millimeters തിക്നെസ് ഉള്ള സാധനത്തിൻ്റെ അകത്ത് ബില്യൺസ് ഓഫ് സർക്യൂട്ടുകൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ വേഫേഴ്സിൻ്റെ അകത്ത് നമ്മൾ സർക്യൂട്ടുകൾ ബിൽഡ് ചെയ്യും. ഈ സർക്യൂട്ടുകൾ ഈ പറഞ്ഞ വേഫേഴ്സിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതിന് 0.775 millimeters മാത്രമേ ഉള്ളൂ. ഈ ഒരു സർക്യൂട്ട് ഈ പറഞ്ഞ ചെറിയ സാധനത്തിൻ്റെ അകത്തേക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നാനോമീറ്റേഴ്സിലാണ് കണക്കെടുക്കുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മുടിക്കകത്ത് 26,000 ട്രാൻസിസ്റ്റേഴ്സിനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും മൈക്രോസ്കോപ്പിക് ചെറുതാണ് ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം. ഇനി ഇതിനകത്ത് ചെയ്യുന്നത് സർക്യൂട്ടുകൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് അത്രയും ചെറുതാണ്. ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ സർക്യൂട്ടുകൾ പ്രിന്റ് ചെയ്യും? അതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഫോട്ടോ ലിത്തോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ ഫോട്ടോ ലിത്തോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് പ്രിസൈസ് ആയിട്ടുള്ള പാറ്റേൺസ് ഇതിൻ്റെ അകത്തേക്ക് പ്രിന്റ് ചെയ്തെടുക്കും. അതായത് ബാക്ടീരിയയെക്കാളും ചെറുതായിട്ടുള്ളൊരു സാധനമാണെന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം കേട്ടോ. ഈ അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം ബില്യൺ കണക്കിന് സ്വിച്ചസ് ആണ് അതിനകത്ത് പ്രിന്റ് ചെയ്ത് വെക്കുന്നത്. അതിനെ ട്രാൻസിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് പല ടേമുകളുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടി സ്വിച്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളൊരു സ്വിച്ചിനെ അതിനെ വളരെ ചെറുതാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അത് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ എല്ലാ ചിപ്പും സർവൈവ് ചെയ്യൂല. ഏകദേശം 30% ചിപ്പുകളും ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഡാമേജ് ആയി പോയതിനു ശേഷം ക്വാളിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ആവാതെ മാനുഫാക്ചേഴ്സ് എടുത്ത് കളയും. എന്നാൽ ബാക്കി വരുന്ന 70% ക്വാളിറ്റി ചെക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ അകത്തേക്ക് വരുന്നത്. നമ്മുടെ ഈ ഭൂമിയുടെ ക്രസ്റ്റിലുള്ള സിലിക്കണെ അവർ പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ഇത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ട് ഇത്രയും വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ പ്രോസസ്സർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. അതിനുശേഷം ഈ പ്രോസസ്സർ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യും? ഈ പ്രോസസ്സേഴ്സ് നമ്മുടെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സിന് അയച്ചു കൊടുക്കും. നമ്മൾ ഈ ഫോണൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഫോണിൻ്റെ കമ്പനി ആയിരിക്കും ഈ ക്വാൽക്കമ്മിൻ്റെ പ്രോസസ്സേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്വാൽക്കം എന്ന് പറയുന്ന കമ്പനി ഇത്രയും വലുതാവാനും ഇത്രയും വളരാനും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ടെക്നോളജീസാണ്. അതായത് ഇത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി. ഇതൊരിക്കലും ഓവർനൈറ്റ് ഉണ്ടായ ഒരു ട്രാൻസിഷൻ അല്ല. പണ്ടത്തെ പ്രോസസ്സേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വലുതായിരുന്നു, പിന്നീട് അത് ചെറുതായി എത്രത്തോളം ചെറുതാവുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ വെയിറ്റ് കുറയും, ഫോണിനെ ലൈറ്റ് വെയിറ്റ് ആക്കാം, തിന്നാക്കാം, പെർഫോമൻസ് കൂട്ടാം, വയ്ക്കാം, ഒരുപാട് പരിപാടികൾ ചെയ്യാം. വേറൊരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലെ നഖമില്ലേ, നഖത്തിൻ്റെ അകത്ത് ഈ ലോകത്തിലുള്ള പോപ്പുലേഷനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ സ്വിച്ചസ് നമുക്ക് എംബെഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഏകദേശം 9 ബില്യൺ സ്വിച്ചസ് നമുക്ക്, അതായത് ട്രാൻസിസ്റ്റേഴ്സ് നമ്മുടെ നഖത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ബില്യൺ കണക്കിന് സ്വിച്ചുകൾ ഓണായി ഓഫായി ഒക്കെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എനിക്ക് വളരെ ഈസി ആയിട്ട് ഒരു 3-4 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസും എക്സ്പ്ലനേഷനും എല്ലാം ഈ വീഡിയോയിൽ ഉപയോഗിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ടെക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിച്ചിട്ട്
ഒരു എക്സൈറ്റിംഗ് സ്റ്റോറി ഉണ്ട്, എടാ പ്രൊസസ്സേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഇതാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടിക്കുന്നതായിരിക്കും.